ഹായ്, വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ അറപ്പുഴ പാലത്തിൻ്റെ മുകളിലെ ഗേഡർ ലോഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഇന്നലെ ഒരുപാട് സമയം നമ്മൾ കാത്തുനിന്നു. അതിനുശേഷം അവർ പാതി വഴിയിൽ നിർത്തിവെച്ചു. ഇന്ന് രാവിലെ 8 മണിക്ക് ലോഞ്ച് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും രാവിലെ തന്നെ കുളിച്ച് കുപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ 1-2 ദിവസമായി ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് മെനക്കെടുന്നു. അപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം വലിച്ചിടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ വർക്കേഴ്സും എല്ലാ ആളുകളും എത്തി തുടങ്ങിയിട്ടുണ്ട്. എൻജിനീയേഴ്സും എല്ലാ ആളുകളും എത്തി തുടങ്ങിയിട്ടുണ്ട്. 8 മണി എന്ന് പറഞ്ഞതുകൊണ്ട് അവർ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ എത്തുന്നതിന് മുന്നേ അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് നമ്മളാണ് നേരത്തെ എത്തിയത്. എന്തായാലും ഇപ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ടെക്നോളജി തന്നെയാണ്. നമ്മൾ മൂരാട് പാലത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ലോഞ്ചർ മെഷീൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ലോഞ്ചിങ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ലോഞ്ചിങ്. അപ്പോൾ നിലവിൽ ഗേഡറൊക്കെ തൂക്കിയിട്ട് നമ്മളെ സ്റ്റേക്കറിൻ്റെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നേരെ ഈ ലോഞ്ചർ മെഷീൻ്റെ നമ്മൾ എടുത്തു വെക്കാനുള്ള വർക്കാണ്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് മെഷീനും അതിൻ്റെ മെഷീനറീസ് എക്യുപ്മെൻറ്റ്സ് ഈ ഹൈഡ്രോളിക് മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഗേഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. ആ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കൊക്കെ അതിൻ്റെ പൊസിഷനിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത് ആ രീതിയിലാണ്. ഇതിനകത്ത് ഹൈഡ്രോളിക് മെഷീനും കണക്റ്റഡും ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഹൈഡ്രജനൊക്കെ സപ്ലൈ ചെയ്യുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൂരാട് പാലത്തിൽ കണ്ടിരുന്നത് ഒരു നമ്മളെ പിന്നെ പില്ലറിൻ്റെ മുകളിൽ റെയിലൊക്കെ ഇന്ത്യൻ റെയിൽവേയിലെ റെയിൽ പോലത്തെ റെയിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒക്കെ തള്ളിക്കൊണ്ട് പോകുന്ന അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്നുള്ളതിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു. പക്ഷേ ഇവിടെ അങ്ങനെ റെയിലും കാര്യങ്ങളൊന്നുമില്ല. ഈ ലോഞ്ചർ മെഷീൻ്റെ തന്നെ ഇതേപോലെയുള്ള കാലുകളുണ്ട്. ഈ കാലുകളുടെ മുകളിലൂടെ തന്നെ അങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. എന്തായാലും കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കുന്നില്ല. ഇതാണ് നമ്മളെ പുള്ളർ മെഷീൻ. എയ്ച്ചറിൻ്റെ പുള്ളർ മെഷീൻ, തമിഴ്നാട് രജിസ്ട്രേഷൻ. ഇവനാണ് നമ്മളെ ഇതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ലോഞ്ചർ മെഷീൻ കടന്നു പോവുക. ഇതിലിങ്ങനെ റോക്കറ്റ് പോകുന്നത് പോലെ, ഇതിൻ്റെ സെൻറ്ററിലൂടെ റോക്കറ്റ് പോകുന്ന പോലെയല്ല, വളരെ ഒച്ചിഴഞ്ഞ് പോകുന്നത് പോലെ അതിങ്ങനെ ഇഴഞ്ഞു പോയുള്ളൂ. അപ്പോൾ നമ്മൾ ഗേഡർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മളല്ല, KMCയുടെ വർക്ക്. സൂരജ് എന്ന് പറയുന്ന ഹയറിംഗ് കമ്പനി. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ ഗേഡർ എക്സ്പാൻഡഡ് ബീം ലോഞ്ചർ മെഷീൻ്റെ മുകളിൽ എടുത്തു വെക്കുന്നതായിരിക്കും, ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ലോഞ്ചിങ് ആണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചില ചടങ്ങുകളൊക്കെ നടത്തി അതിൻ്റെ ഉദ്ഘാടന ലോഞ്ചിങ് ആണ്.
ജാബീസ്. എല്ലാ ആളുകളും എത്തിയിട്ടുണ്ട്. മാനേജേഴ്സ്, അതേപോലെ നമ്മളെ NHIയുടെ ആളുകൾ, എൻജിനീയേഴ്സ്, അങ്ങനെ കണ്ടെല്ലാ ആളുകളും തടിച്ചു കൂടിയിരിക്കുന്നൊരു കാഴ്ചയാണ്. പെട്ടെന്ന് എടുത്ത് വെക്കടേ. ഇനി മുകളിലോട്ട് ഞാൻ റിഗറാവണോ? മുകളിലോട്ട് പൊക്കട്ടടാ, കുറച്ച് മുകളിലോട്ട് പൊക്കട്ടടാ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് രാവിലെ 8 മണി എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും 9:15. എന്നാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്നുകൂടി വേറെ എവിടെയൊക്കെ പോയി വന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തേക്കും അവർ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. അതാണ് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ. പിന്നെ 10 മിനിറ്റ് കൊണ്ട് അവരെന്ത് ചെയ്തു, ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ഓപ്പോസിറ്റ് സൈഡിൽ കയറാനായി. ഇവിടെയാണ് ആ കമ്പിയൊക്കെ നമ്മുടെ ലോഞ്ചർ മെഷീൻ്റെ ആ ഒരു പില്ലറിന്, തൂണിന് തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതൊന്നൊരു വിഷയമല്ല, എന്നാലും ആ ഗേഡറിൻ്റെ ലോഞ്ച് കമ്പിയൊക്കെ അവർക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ടേക്ക് ചാടിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇതൊന്നും അനാവശ്യമായ കമ്പികൾ അങ്ങനെ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുകയല്ല. കണ്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കമ്പി തട്ടും തട്ടിയില്ലേ. എനിക്കറിയുന്ന അത്രയും അമ്മമാർക്കറിയില്ല. ഇവിടെയും തട്ടി നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ഈ സൈഡിലും 2 സൈഡിലും ഗേഡറിങ്ങനെ നമ്മളെ ഈ പില്ലറിൻ്റെ ലോഞ്ചർ മെഷീൻ്റെ തൂണുമായിട്ട് ഇങ്ങനെ തട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് സ്പേസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അവിടെ കമ്പി തട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിലും ആ രീതിയിൽ തന്നെയാണ്. ജസ്റ്റ് തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സമയമായിട്ടില്ല.
കാരണം ഓരോ പ്രശ്നങ്ങൾ, ഓരോ ഏടാകൂടങ്ങൾ വന്ന് വിടുന്നതാണല്ലേ. കറക്റ്റ് അളവിൽ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നില്ല. അതിൻ്റെ പില്ലറൊക്കെ അതിൻ്റെ ലെങ്ത്തും കറക്റ്റ് കമ്പി അടക്കം പുറത്തുള്ളതിൻ്റെ ലെങ്ത് അടക്കം എടുത്ത്, അതേപോലെ തന്നെ അതിനനുസരിച്ച് ഈ ലോഞ്ചർ മെഷീൻ്റെ തൂണൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട്, പിന്നെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ എന്തായാലും ഉണ്ടാവും. ഇറ്റ്സ് പാർട്ട് ഓഫ് ജോബ്. ഇതിന് ബെയറിങ് സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഈ നമ്മൾ ഈ ഗേഡറിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു സ്റ്റീൽ ബെയറിങ് ഉണ്ടാവും. ആ ബെയറിങ് ഓരോ കമ്പനിക്ക് ഓരോ സിസ്റ്റമാണ്. നമ്മുടെ മൂരാട് പാലത്തിൻ്റെ അടിയിലൊക്കെ ഈ ഗേഡർ പില്ലറിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ബെയറിംഗ് ഒക്കെ സെറ്റ് ചെയ്താണ്ട്. പക്ഷേ ഇതിനങ്ങനെ ബെയറിങ് കാര്യങ്ങളൊന്നും, നമ്മളെ പുകഞ്ഞ പൊള്ളി പുറത്തു നിന്നൊക്കെ പറയുന്നത് പോലെ പുറത്തോട്ട് നിൽക്കുന്ന കമ്പികളൊക്കെ കട്ട് ചെയ്ത് അതിനെപ്പോൾ താത്തിക്കൊണ്ടിരിക്കുകയാണ്, ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പില്ലറിൽ തന്നെയാണ് ഈ ഗേഡർ ലോഞ്ച് ചെയ്യുന്നത്. പുഴയുടെ ഭാഗത്തുള്ള ഗേഡറുകൾ പിന്നീട് ഓരോന്നോരോന്നായി ലോഞ്ച് ചെയ്യും. അങ്ങനെ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ലോഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ടെസ്റ്റ് ചെയ്യാനുള്ള, ലോഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ലോഞ്ചിങ്. നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നില്ല. അവസാനം ആ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് മറ്റൊരു ടെസ്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു ഗേഡർ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ അഥവാ ലോഞ്ച് ചെയ്യുകയാണെങ്കിലും അത് എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.